എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? കഴിഞ്ഞ ഹാലോവീൻ എപ്പിസോഡ് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എപ്പിസോഡായിരുന്നു അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കുന്നില്ല. എണ്ണ ഇല്ലാതെയാണ് ഈ ചിക്കൻ റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് എല്ലാവർക്കും ചിക്കൻ റോസ്റ്റ് കഴിക്കാനൊക്കെ ഇഷ്ടമായിരിക്കും. പക്ഷേ എണ്ണയുടെ കാര്യം ആലോചിക്കുമ്പോൾ ഒന്ന് പുറകോട്ട് നിൽക്കാറുണ്ട് അല്ലേ? അപ്പോൾ അത് ഒന്നും വേണ്ട, പേടിക്കാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നിങ്ങൾ ഡെഫിനറ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഇപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ഇപ്പം ഞാൻ 1 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കിനി ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ഇടാം. പക്ഷേ ഈ ചിക്കൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ വെള്ളം അധികം പാടില്ല. അപ്പോൾ വെള്ളം കുറച്ച് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം വേണം ചിക്കൻ എടുക്കാൻ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ടീസ്പൂണിൽ. അതിനുശേഷം ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് എരിവുള്ള പച്ചമുളകായതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂണേ ഇടുന്നുള്ളൂ. നിങ്ങൾക്ക് 1 ടീസ്പൂൺ ഇടാം. ഇത് 1 ടീസ്പൂൺ ഇഞ്ചിയാണ് ചതച്ചത്. ഇത് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റായിട്ടും ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് സവോള ചെറുതായി കൊത്തി അരിഞ്ഞതാണ്, അതിട്ട് കൊടുക്കാം. ഇനി വേണ്ടത് തക്കാളിയാണ്. തക്കാളി ഞാനൊരു 1/2 കപ്പ് തക്കാളി ചെറുതായി കൊത്തി അരിഞ്ഞ് എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില 5-6 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് ഗരം മസാലയാണ്, നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ഇട്ട് കൊടുക്കണം. ഇപ്പം മസാലയൊക്കെ ഇതിൽ നന്നായി പുരട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഒരു 1 മണിക്കൂർ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കണം. മസാലയും ഉപ്പും ഒക്കെ അതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു അയൺ കടായി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചുവട് കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് എണ്ണയൊന്നും ചേർക്കണ്ട, ഡയറക്റ്റ്ലി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കന് അങ്ങനെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. തീ ഈ സമയത്ത് ലോ ടു മീഡിയം ആയിരിക്കണം, അതായത് മീഡിയത്തിൻ്റെ ലോവിൻ്റെ ഇടയ്ക്കായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഞാൻ ചിക്കന് ഇളക്കി അടച്ചു വയ്ക്കാൻ പോവാണ്. ഇതൊരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്കാവണം. പിന്നെ വെള്ളമൊന്നും ഇപ്പോൾ നിങ്ങൾ ഒഴിച്ചു കൊടുക്കണ്ട, കാരണം ചിക്കനിലുള്ള വെള്ളം ഇറങ്ങിയിട്ട് ആ വെള്ളത്തിൽ തന്നെ വേവും. അപ്പോൾ ഞാനിതൊരു 10 മിനിറ്റ് അടച്ചു വയ്ക്കാൻ പോവാണ്. ഇനി 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവുന്നു. ഇപ്പോൾ ആവിയൊക്കെ വന്ന് തുടങ്ങി. ഇനി നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് ഇളക്കി നോക്കാം. അപ്പോൾ നന്നായി ഇളക്കിയിട്ട് നമുക്ക് വീണ്ടും ഒരു 10 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ വീണ്ടും നമ്മൾ തീ മീഡിയത്തിനും ലോയ്ക്കും ഇടയ്ക്കാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. വെള്ളമൊക്കെ ഇറങ്ങി, കുറച്ചും കൂടി വെള്ളം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വെള്ളം മതി ഇത് വെന്ത് കിട്ടാനായിട്ട്. ഏകദേശം ഇപ്പം ഈ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് വേവുന്നതാണ് ഇവിടെ കിട്ടുന്ന ചിക്കനൊക്കെ. നിങ്ങൾക്ക് നോക്കാം ഈ സമയത്ത് വെന്തിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട്. നന്നായിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കുറച്ച് നേരം കൂടി അടച്ചു വയ്ക്കാം. വെള്ളമില്ല, വേവാനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളത്തിന് പകരം നിങ്ങൾക്ക് കുറച്ച് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, 2ാം പാൽ മാത്രം ആഡ് ചെയ്താൽ മതി. നന്നായി വെന്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിനി ഇത് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി, വെള്ളം വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് വെള്ളം ഡ്രൈ ആക്കി എടുക്കുകയാണ്. വെള്ളം കുറേ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പോഴും ഞാൻ ചെറിയ തീയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്, തീ ഒട്ടും കൂട്ടി വയ്ക്കുന്നില്ല. ഇപ്പോൾ ഓൾമോസ്റ്റ് നന്നായി വറ്റി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. 1/4 കപ്പ് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ആഡ് ചെയ്യുന്നത്, 1ാം പാൽ. ഇനി നമുക്കത് നന്നായി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ വേറെ എണ്ണയൊന്നും ആഡ് ചെയ്യുന്നില്ല, ഈ തേങ്ങാപ്പാലിലാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നന്നായിട്ട് ഇളക്കി
ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ തീ ഇപ്പോഴും ലോയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇളക്കുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം. കാരണം എണ്ണയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് അയണിൻ്റെ പാത്രമായതുകൊണ്ടും ഇതിൽ അടിയിലൊക്കെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കുമ്പം കുറച്ച് നന്നായി ഇളക്കി തന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പും ഒക്കെ ഈ സമയത്ത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പം ഞാനൊരു 5 മിനിറ്റ് ഇളക്കിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. കുറച്ച് ഗ്രേവി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഡ്രൈ ആയി വരുന്നുണ്ട്. കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കാനാണ് ഞാൻ നോക്കുന്നത്. ഇപ്പം നമ്മുടെ റോസ്റ്റ് ഏകദേശം ഡ്രൈ ആയി. ഇപ്പോഴും ചെറിയ തീയിൽ തന്നെയാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇപ്പം ഞാനൊരു ഒട്ടും എണ്ണ ചേർത്തിട്ടില്ല, തേങ്ങാപ്പാൽ മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത് ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ തന്നെ തീയും നിങ്ങൾ കൺട്രോൾ ചെയ്തിരിക്കണം. ഒരിക്കലും തീ കൂട്ടി വയ്ക്കരുത്, കരിഞ്ഞു പോകും. ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ എണ്ണ ചേർത്തില്ലേ പോലും വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.